ഹായ് കേസ്, എല്ലാവർക്കും സത്യത്തെ നെഗറ്റീവ് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഏരാങ്കര ഉത്സവത്തിൻ്റെ കുറച്ച് വിഷ്വൽസാണ് ഇവിടെ കാണിക്കുന്നത്. ഇതെല്ലാം നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ കേട്ടോ പോകുന്നത്. ഇതിന് മുമ്പായി ഫസ്റ്റ് ഒരു മഹിഷാസുര മർദ്ദിനിയുടെ ഒരു ഫ്ലോട്ട് പോയായിരുന്നു കേട്ടോ. അത് എനിക്ക് മിസ്സായിപ്പോയി. ഈ ഒരു അമ്പലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം ലൈറ്റാണ് കേട്ടോ. അതിപ്പം അമ്പലത്തിനെക്കാട്ടി കൂടുതൽ ലൈറ്റാണ് ഓരോ കരയിലും. ഇപ്പം ഞങ്ങളുടെ ഏരാങ്കരയാണ്. ഇതുപോലെ ഓരോ കരയിലും വീടുകളിലും വീടിൻ്റെ ആ ഒരു ഏരിയാസിലും എല്ലാം ഡെക്കറേഷൻ ലൈറ്റ് വെച്ചിട്ട് ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിരിക്കും ഓരോ കരയിലുള്ള വീടുകളിലും. എനിക്ക് ഉത്സവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ആട്ടോ. കണ്ടോ, അവരതെല്ലാം ലയിച്ച് നല്ല എന്ത് രസമായിട്ടാണെന്നറിയോ. നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഇതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഭയങ്കര അവർ എൻജോയ് ചെയ്താണ് ഓരോ ഇത് ചെയ്യുന്നത്.
ഈ ബാക്കിൽ നിൽക്കുന്ന ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി നല്ല മനോഹരമായി നല്ല ആ ഒരു പാട്ടിൻ്റെ ഈണത്തിനോട് ചേർന്ന് നല്ല ചൂട് നല്ലവണ്ണക്ക് വെക്കും. മറ്റുള്ളവരൊക്കെ കളിക്കുമെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ചേച്ചിയാണ്. അടിപൊളിയായിട്ടാണ് കേട്ടോ ഓരോ ഡാൻസും കാര്യങ്ങളും. കാരണം പുള്ളിക്കാരുടെ ഒരു ലോകത്ത് അങ്ങ് മതി മറന്ന് കളിക്കുകയാണ്. എന്ത് രസമുണ്ടായിരുന്നറിയോ കാണാൻ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:19 അത്രയും ഒരു ടൈമായിട്ടുണ്ട്. ഇത് ഉത്സവം ഇതുവരെ തീർന്നിട്ടില്ല, അപ്പോൾ കുറച്ച് ലാഗായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ താലപ്പൊലി, കാരണം ഉത്സവം അങ്ങോട്ട് വന്നു പോയി പെട്ടെന്ന് നിമിഷങ്ങൾക്കകമാണ് താലപ്പൊലിയും വന്നത്. ആ രീതിയിലായിരുന്നു. ഏഴാങ്കര ഉത്സവ താലപ്പൊലി ദേവിയുടെ ഓരോ ജംഗ്ഷനിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ കമ്പം പൊട്ടിക്കും. അപ്പം അങ്ങനെ അവിടെ പഞ്ചായത്ത് ജംഗ്ഷനിൽ വന്നിട്ട് കഴിഞ്ഞപ്പം ആ കാണുന്ന കമ്പമാണ് ഈ കാണുന്നത്. കാണിക്കാൻ പോകുന്നത് ചന്ദ്രനെയാട്ടോ. ദേവിയുടെ തിരുവാഭരണം പോയിക്കുന്നു. അപ്പം ചന്ദ്രക്കല നമ്മുടെ വീടിൻ്റെ റൈറ്റ് ഭാഗത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത് ദേവിയുടെ താലപ്പൊലി വരുന്ന സമയത്ത് കൃത്യമായി ഒരു അർദ്ധചന്ദ്രനായിട്ട് ആ ദേവി വരുന്ന ആ റോഡിൻ്റെ കറക്റ്റ് നടുക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഇട്ട്. ശാന്തശക്തിയുടെ പ്രതീകമായിട്ടാണ് ഈ ചന്ദ്രൻ ഇങ്ങനെ വരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഇത് ആദിശക്തിയാണ്, സിംഹവാഹിനിയായിട്ടുള്ള ആദിശക്തിയുടെ രൂപമാണ് ശക്തികുളങ്ങര ക്ഷേത്രത്തിലെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ദേവിയുടെ താലപ്പൊലി വരുന്ന സമയത്ത് ഇതുപോലെ ഓരോ വീട്ടിലും വീടിൻ്റെ ഫ്രണ്ടിലും വീട്ടുകാരെല്ലാവരും കൂടി ഇങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് വെച്ച ദേവിയെ സ്വീകരിക്കും. അങ്ങനെ ദേവിയുടെ താലപ്പൊലി ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്, അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇവിടുന്ന് ക്ഷേത്രം വരെ ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരമുണ്ട്. പക്ഷെ നമ്മൾ ഈ നടന്ന് പോകുന്ന സമയത്ത് ഇത്രയും ദൂരമൊന്നും നമ്മൾ ഫീൽ ചെയ്യില്ല. ആ താലപ്പൊലിയിൽ ആ ഒരു മേളം, ആ ഒരു സ്പിരിച്വൽ എൻവയോൺമെൻറ്റിൽ നമ്മൾ ഇതൊന്നും അറിയില്ല. ഇപ്പം ഞാനൊക്കെ കുഞ്ഞിലെ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റോഡ്, ഇപ്പോൾ റോഡൊക്കെ നല്ല വൃത്തിയാക്കി ഇട്ടേക്കുവാണ്, നല്ല റോഡാണ്. പക്ഷെ ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഈ കല്ലൊക്കെ നമ്മുടെ കാലിൽ കൊണ്ട് കയറും. പക്ഷെ എന്നാൽ പോലും നമ്മൾ ആ ഒരു പെയിനോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. എന്താ പറയുക, ആ ഒരു ഇതിൽ, ആ ഒരു സ്പിരിച്വൽ ഇതിൽ വളരെ പീസായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റാണ് നമുക്കത് താല്പര്യം എടുക്കുന്ന സമയത്ത്, നമുക്ക് അമ്പലത്തിൽ ചെന്ന് കയറുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. അത് നമ്മളൊരു എടുത്താൽ മാത്രമേ അത് ഫീൽ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വളരെ നല്ല ഒരു ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ദേവിയുടെ താലപ്പൊലി ഓരോ ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് ഇതുപോലെ കമ്പം പൊട്ടിക്കുമെന്ന്. ഇപ്പോൾ അടുത്ത ജംഗ്ഷൻ നമ്മുടെ തൊട്ടപ്പുറത്തെ ജംഗ്ഷനിലേക്ക് എത്തി. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ കമ്പം പൊട്ടുന്നത്. താലപ്പൊലി അവിടെ എത്തി. ഇതോടുകൂടി 2026 ഉത്സവം, ഏഴാങ്കര ഉത്സവം സമാപിക്കുകയാണ്. ഇനി മറ്റൊരു ഉത്സവകാലത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ സൈനിങ് ഓഫ്, സത്യത്യ.